ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നമ്മൾ ബി എൽ ഒക്ക് സബ്മിറ്റ് ചെയ്ത ഫോമിൽ മതിയായ രേഖകൾ ഹാജരാക്കപ്പെടാത്തവരാണ്. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഹിയറിംഗ് ഇല്ല എന്നല്ല. ഹിയറിങ്ങിന് നിശ്ചയിച്ചിരിക്കുന്ന തീയതിയിൽ നമുക്ക് ഹാജരാകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ദിവസം ഉറപ്പായും നൽകും. കരട് പട്ടികയിൽ ഉൾപ്പെട്ടവർ എല്ലാം ഹിയറിങ്ങിന് രേഖകളുമായി ഹാജരാകേണ്ട ഒരു സാഹചര്യമില്ല. അതൊരു തെറ്റായ പ്രചരണമാണ്. പരമാവധി ഹിയറിങ്ങിന് ഹാജരാകുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത്. SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടും നിരവധി സംശയങ്ങൾ പൊതുജനങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ചും ഹിയറിങ്ങിനെ കുറിച്ച്. ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം A. ഷാനവാസ് സാറുണ്ട്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരം കളക്ടറേറ്റ്. ഷാനവാസ് സാർ, ആദ്യം തന്നെ എന്താണ് ഈ ഹിയറിംഗ്? ഇന്ത്യയിൽ SIR ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നത് രണ്ട് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമം 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 വോട്ടർമാരുടെ രജിസ്ട്രേഷൻ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ SIR നടത്തുന്നത്. ഇപ്പോൾ കരട് പട്ടിക ഡിസംബർ മാസം 23 കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ 23 വന്ന കരട് വോട്ടർ പട്ടികയായിട്ട് മുന്നോടിയായിട്ട് ASD ലിസ്റ്റ്, ആബ്സെൻറ്റ്, ഷിഫ്റ്റ്, ഡെത്ത് അവരുടെ ലിസ്റ്റും ബൂത്ത് അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ലിസ്റ്റുകൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹിയറിംഗ് നടത്തുന്നത്. ഹിയറിങ്ങിന് ഹാജരാകുന്നത് എല്ലാവരും തന്നെ ഹിയറിങ്ങിന് ഹാജരാകേണ്ടതില്ല. ഹിയറിംഗ് ഒരു നിയമപരമായ ഒരു വശമാണ്. എന്തെങ്കിലും സാങ്കേതികത്വം ഉള്ളവർ മാത്രമാണ് അതിനകത്ത് ഹിയറിങ്ങിനായിട്ട് ഹാജരാകേണ്ടത്. ഹിയറിങ്ങിന് ഹാജരാകേണ്ട പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം തന്നെ നോട്ടീസ്, നിയമപരമായിട്ടുള്ള നോട്ടീസ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒപ്പും സീലും ഉൾപ്പെടെ ഉള്ള നോട്ടീസ് രേഖാമൂലം നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹിയറിങ്ങിന് ഹാജരായാൽ മതിയാവും. ഈ കരട് പട്ടികയിലില്ലാത്ത മുഴുവൻ ആളുകളും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുമോ? അല്ലെങ്കിൽ ഹിയറിങ്ങിന് ഹാജരാകേണ്ടവർ ആരൊക്കെയാണ്? ഹിയറിങ്ങിന് ഹാജരാകേണ്ടത് ആരെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്നവരോ, വോട്ടർ പട്ടികയിൽ പേരുള്ള ആരെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ പേര് വന്നതുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്നവരോ, അല്ലെങ്കിൽ മതിയായ രേഖകൾ സമയബന്ധിതമായിട്ട് BLOക്ക് നൽകാത്തവരോ ആയിരിക്കും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്നത്. ഈ ഹിയറിങ്ങിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം രേഖകൾ കയ്യിൽ കരുതേണ്ടതായി വരും? അഥവാ ജനന സർട്ടിഫിക്കറ്റ് കയ്യിൽ ഇല്ലാത്തവരാണ് എങ്കിൽ പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന രേഖകൾ ഏതൊക്കെയാണ്? ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നമ്മൾ BLOക്ക് സബ്മിറ്റ് ചെയ്ത ഫോമിൽ മതിയായ രേഖകൾ ഹാജരാക്കപ്പെടാത്തവരാണ്. അവർ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ പാൻ കാർഡോ ഒക്കെ ജനന സർട്ടിഫിക്കറ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന രേഖകളാണ്. ആ രേഖകൾ നൽകി നമുക്ക് എന്ത് ചെയ്യാം? ഹിയറിങ്ങിന് ഹാജരാകാം. ഇപ്പോൾ കരട് പട്ടികയിൽ നിന്ന് പുറത്തായ, അതായത് 2002 പട്ടികയിൽ ബന്ധുക്കൾ ഇല്ലാത്തതുകൊണ്ടും മറ്റും പുറത്തായ എല്ലാവരും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുമോ? അതോ അവർ രേഖകൾ ഹാജരാക്കി അത് BLO അപ്ലോഡ് ചെയ്താൽ അംഗീകാരമാകുമോ? BLO അപ്ലോഡ് ചെയ്ത് രേഖകൾ അംഗീകരിക്കാൻ പറ്റുന്ന കേസുകൾ ERO വ്യക്തമായിട്ട് പരിശോധിച്ച് EROക്ക് എന്തെങ്കിലും സംശയമുള്ള പക്ഷം ആ വ്യക്തികൾ മാത്രം ഹിയറിങ്ങിന് ഹാജരായാൽ മതി. അവർക്ക് ഉറപ്പായിട്ടും നോട്ടീസ് നൽകപ്പെടും. നമുക്കറിയാം, ഈ SIR ഫോം തന്നെ BLOമാർ കൃത്യമായി കൊണ്ടു തന്നിട്ടില്ല, തിരിച്ചു വാങ്ങിയില്ല എന്ന പരാതികൾ വ്യാപകമായി ഉയർന്നതാണ്. അപ്പോൾ ഹിയറിങ്ങിനുള്ള നോട്ടീസ് BLO കൊണ്ടുതരുമോ? ഹിയറിങ്ങിനുള്ള നോട്ടീസ് രേഖാമൂലം രജിസ്റ്റേർഡ് തപാൽ വഴിയോ അല്ലെങ്കിൽ BLO വഴിയോ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് ഹിയറിങ്ങിന് ഹാജരാക്കേണ്ടവർ എന്ന് കണ്ടെത്തിയ EROമാർ കണ്ടെത്തിയവർക്ക് ഉറപ്പായിട്ടും അത് ലഭ്യമായിരിക്കും. അതിന് ഒരു കോപ്പി ഒപ്പിട്ട് നമ്മൾ തന്നെ നേരിട്ട് ഒപ്പിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന അംഗം ഒപ്പിട്ട് എന്ത് ചെയ്യണം? BLOക്ക് നൽകണം. അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാലാണെങ്കിൽ അത് അതിൻ്റെ
പ്രകാരം നൽകണം. ഒരുപക്ഷെ ഈ ഹിയറിങ്ങിനുള്ള നോട്ടീസ് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഹിയറിങ്ങിനുള്ള നോട്ടീസ് കിട്ടാത്തവർക്ക് കരട് പട്ടികയിൽ ഉള്ളവരാണെങ്കിൽ അവർ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അവർക്ക് ഇനി മറ്റ് വിഷയങ്ങളില്ല. തുടർ നടപടികളായിട്ട് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും പേര് ലിസ്റ്റിലുണ്ടായിരിക്കും. ഒരു സംശയമുള്ളത്, ഈ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നമുക്ക് ഹിയറിംഗ് ഇല്ല എന്നാണോ? കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഹിയറിംഗ് ഇല്ല എന്നല്ല. നമ്മൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത് കൊണ്ട് ആരെങ്കിലും ആ ബൂത്തിൽ നമ്മൾ ഉൾപ്പെട്ടത് കൊണ്ട് ആക്ഷേപം ഉന്നയിച്ചാൽ, മറ്റ് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹിയറിങ്ങിന് ചിലപ്പോൾ ഹാജരാകേണ്ടി വരും. അത് ERO പരിശോധിക്കും. ERO ഹിയറിങ്ങിന് ഹാജരാകേണ്ടവരുടെ ഓരോ കേസും പരിശോധിച്ച് തന്നെയായിരിക്കും നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികയിലെ പേരിലെ വ്യത്യാസം മുതൽ രക്ഷിതാവിൻ്റെയും മക്കളുടെയും വയസ്സിലെ അന്തരം വരെ ചൂണ്ടിക്കാട്ടി നമ്മൾ ഫിൽ ചെയ്തു കൊടുത്ത SIR ഫോമുകൾ പുനഃപരിശോധനയ്ക്കായി നൽകുന്നുണ്ട് എന്നാണ്. അപ്പോൾ കരട് പട്ടികയിൽ ഉൾപ്പെട്ടാൽ കൂടി ഹിയറിങ്ങിന് വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? കരട് പട്ടികയിൽ ഉൾപ്പെട്ടാൽ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരട് പട്ടികയിൽ ഉൾപ്പെട്ടാൽ കൂടി തന്നെ ഹിയറിങ്ങിന് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആക്ഷേപം ആരെങ്കിലും ഉന്നയിച്ചാൽ അല്ലെങ്കിൽ മതിയായ രേഖകൾ നമ്മൾ BLOക്ക് നൽകിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഹിയറിങ്ങിന് അത്തരം കേസുകൾ മാത്രം പോകേണ്ടി വരും. ഒരുപക്ഷെ ഈ ഹിയറിങ്ങിന് ഹാജരാകാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഹിയറിങ്ങിന് നിശ്ചയിച്ചിരിക്കുന്ന തീയതിയിൽ നമുക്ക് ഹാജരാകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ദിവസം ഉറപ്പായും നൽകും ഹിയറിങ്ങിനായിട്ട്. ഈ പ്രവാസികളുടെ പ്രവാസികളാണെങ്കിൽ അവർക്ക് ഹിയറിങ്ങിന് ഹാജരാകാൻ പറ്റില്ലല്ലോ, അവർ എന്താണ് ചെയ്യേണ്ടത്? പ്രവാസികൾ ഫോൺ നമ്പർ 6A പ്രകാരമാണ് അവർ അപേക്ഷ സമർപ്പിക്കുന്നത്. അവരുടെ ഹിയറിങ് ആവശ്യമുള്ള കേസുകളിൽ ഓൺലൈനായിട്ട് വരെ നടത്തുന്നതിന് സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. സാർ, ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഉയർന്നു വന്നിട്ടുള്ള പല ആശങ്കകളിൽ ഒന്ന് അക്ഷര തെറ്റുകളാണ്. ചിലരുടെ പേരിന്റെ സ്പെല്ലിംഗ് തെറ്റുണ്ട്, മറ്റു ചിലർക്ക് വിലാസത്തിൽ തെറ്റാണ്, ചിലരുടെ വീട്ടു നമ്പർ രേഖപ്പെടുത്തി കാണുന്നില്ല, അതുപോലെ ചിലരുടെ ബന്ധുക്കളുടെ ബന്ധം രേഖപ്പെടുത്തിയതിൽ തെറ്റ് കാണുന്നു. ഇത്തരം ക്ലറിക്കൽ പിഴവുകൾ എങ്ങനെയാണ് ഇനി തിരുത്തേണ്ടത്? അത് തിരുത്താനുള്ള സമയം എപ്പോഴാണ്? കരട് പട്ടികയിൽ പേര് വന്നവരുടെ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തുന്നതിന് ഫോൺ നമ്പർ 8 മുഖാന്തരം ഓൺലൈനായിട്ട് അപേക്ഷ നൽകി തിരുത്താവുന്നതാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഒരേ ഫോൺ നമ്പറിൽ അച്ഛനും മക്കളുമൊക്കെ പേര് ചേർത്താൽ അവർ ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുമോ എന്നത്. രണ്ടുപേരും കരട് പട്ടികയിലുണ്ട്. മക്കൾക്ക് ഫോൺ ഇല്ലാത്തതിനാൽ അച്ഛൻ്റെ നമ്പറിലാണ് ചിലർ പേര് ചേർത്തിരിക്കുന്നത്. ഇത് കുഴപ്പമാകുമോ? എന്താണ് ഇവർ ചെയ്യേണ്ടത്? ഇല്ല, കുഴപ്പമില്ല. അത് ഫോൺ നമ്പർ എന്നുള്ളതൊരു നിർബന്ധമുള്ള ഒരു കാര്യമാണെങ്കിലും ഒരേ നമ്പർ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. സാർ, ഇപ്പോൾ എല്ലാവർക്കും ഫോണുകളുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ കുറവാണ്. പക്ഷേ ചില ആളുകൾ ഇപ്പോഴും ഫോൺ ഉപയോഗിക്കാത്തവരുണ്ട്. ഒരു വീട്ടിൽ ഒരു ഫോൺ നമ്പർ മാത്രമായിട്ട് ഉള്ള ആളുകളുമുണ്ട്, അപൂർവമായിട്ട്. ഇവർ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്തപ്പോൾ കരട് പട്ടികയിൽ ഒരാളുടെ പേര് മാത്രമാണ് കാണിക്കുന്നത്. അതായത് കുടുംബാംഗങ്ങളിൽ ഒരാളുടെ പേര് മാത്രം. എല്ലാവർക്കും ഒരേ ഫോൺ നമ്പറാണ് ഇവർ കൊടുത്തിരുന്നത്. എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്തപ്പോഴും നോ റിസൾട്ട് എന്ന് കാണിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഇവർക്ക് എന്താണ് മാർഗം? കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സംശയം ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത്. എപ്പിക് നമ്പറും ഉപയോഗിച്ച് സെർച്ച് ചെയ്തപ്പോഴും ലിസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ചും ലിസ്റ്റിൽ വന്നില്ല എന്നിട്ടും നമുക്ക് ഓൺലൈനായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ ബൂത്തിലെ PDF വോട്ടർ പട്ടിക PDF ഡൗൺലോഡ് ചെയ്ത് ഒന്നും കൂടെ പരിശോധിച്ച ശേഷം അവർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി ഫോം നമ്പർ 6-ൽ അപേക്ഷ ഓൺലൈനായിട്ടോ മാനുവലായിട്ടോ നൽകണം. സാർ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വീണ്ടും ചോദിക്കുകയാണ്. ഈ കരട് പട്ടികയിൽ പേരുള്ളവർക്ക് ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുമെന്ന ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണോ? കരട് പട്ടികയിൽ ഉൾപ്പെട്ടവർ ഇനി ഹിയറിങ്ങിന് രേഖകളുമായി ഹാജരാകേണ്ടി വരുമോ? കരട് പട്ടികയിൽ ഉൾപ്പെട്ടവർ എല്ലാം ഹിയറിങ്ങിന് രേഖകളുമായി ഹാജരാകേണ്ട ഒരു സാഹചര്യമില്ല. അതൊരു തെറ്റായ പ്രചരണമാണ്. ERO പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉള്ളവർ മാത്രം, അല്ലെങ്കിൽ മതിയായ രേഖകൾ ഇല്ലാത്തവർ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ഹിയറിങ്ങിന് ഹാജരാകേണ്ടത്. പരമാവധി ഹിയറിങ്ങിന് ഹാജരാകുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത്.
ഈ കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് നാട്ടിലുള്ളവരാണ് എങ്കിൽ ഫോം 6 ഉൾപ്പെടാത്തവർക്ക് നാട്ടിലുള്ളവരാണ് എങ്കിൽ ഫോം 6 ഉപയോഗിച്ചും പ്രവാസികൾ ഫോം 6A ഉപയോഗിച്ചും അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ സമയം എപ്പോഴാണ്? ഡിസംബർ മാസം 23-ാം തീയതി കരട് പട്ടിക ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് 3 PM ശേഷം മുതൽ ജനുവരി മാസം 22-ാം തീയതി വരെ എല്ലാവർക്കും ഓൺലൈനായിട്ട് അപേക്ഷ ഓഫ്ലൈനായിട്ടും നൽകാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് ഫോം 6, ഫോം 6A ലഭിക്കുക? ഇത് പൂരിപ്പിച്ച ശേഷം ആർക്കാണ് തിരിച്ചു നൽകേണ്ടത്? ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നും തന്നെ നമ്മൾ ആർക്കും നൽകേണ്ടതില്ല. അത് പൂരിപ്പിച്ച് അതിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകിയാൽ മതിയാവും. മാനുവലായിട്ടാണ് നൽകുന്നതെങ്കിൽ അത് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട BLOക്ക് നൽകണം. BLO വീട്ടിൽ വന്നോ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയോ നൽകാൻ കഴിയും. സർ, ഈ ഫോം 6ഉം ഫോം 6Aയും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് പറയാമോ? അതിന് എന്തൊക്കെ രേഖകൾ വേണം? ഫോം 6, ഫോം 6A എന്നിവ പൂരിപ്പിക്കുമ്പോൾ അതിൽ മാൻഡേറ്ററി ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ 2002 വിവരങ്ങൾ ഉറപ്പായിട്ടും നൽകേണ്ടതുണ്ട്. ഫോം 6 2002 നമ്മുടെ ഫാദറോ മദറോ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഉള്ളവർ അവരുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ ഇല്ലാത്തവർ ഉറപ്പായിട്ടും ഹിയറിങ്ങിന് ഹാജരായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന 13 രേഖകളുണ്ട്. അതിൽ ഏതെങ്കിലും 1-2 രേഖകൾ നൽകി അവരുടെ വിവരങ്ങൾ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തും. മറ്റൊരു സംശയമുള്ളത്, ഈ പ്രവാസികളുടെ ഫോം 6A നാട്ടിലുള്ള ബന്ധുക്കൾക്ക് പൂരിപ്പിച്ച് സൈൻ ചെയ്ത് നൽകാനാകുമോ? പ്രവാസികൾക്ക് അവരുടെ മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് അവരുടെ വോട്ട് ചേർക്കുന്നതിന് 2010 മുതൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ചേർക്കുന്നതിന് അവർക്ക് തന്നെ സ്വന്തം മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയും. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒറിജിനൽ കോപ്പി സ്കാൻ ചെയ്ത് ആ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇനി ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു മുതിർന്ന അംഗം അത് പൂരിപ്പിച്ച് നൽകി ഒപ്പിട്ട് നൽകിയതിന് ശേഷം അതിൻ്റെ പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ എന്നതിൻ്റെ കോപ്പി കൂടെ വെച്ചുകൊണ്ട് നമുക്ക് PLOക്ക് നൽകിയാൽ മതിയാവും. ഈ ഫോം 6, ഫോം 6A എന്നിവ ഉപയോഗിച്ച് അപേക്ഷ നൽകിയാലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടോ എന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുക? അതിൻ്റെ സ്റ്റാറ്റസ് അന്തിമ വോട്ടർ പട്ടികയിലാണോ ഉണ്ടാകുക? അല്ലല്ല, നമ്മൾ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഉറപ്പായിട്ടും അറിയാൻ കഴിയും. ഇതിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും അറിയാൻ കഴിയും. ജനന സർട്ടിഫിക്കറ്റിലും റേഷൻ കാർഡിലും SLC ബുക്കിലും കേരളത്തിലെ വിലാസവും ആധാർ കാർഡിൽ കേരളത്തിന് പുറത്തെ വിലാസവുമുള്ള ഒരാൾക്ക് കേരളത്തിൽ ഫോം 6 ഉപയോഗിച്ച് വോട്ട് ചേർക്കാൻ സാധിക്കുമോ? ഇത്തരക്കാർ കേരളത്തിൽ വോട്ട് ചേർക്കാൻ എന്ത് ചെയ്യണം? ആധാർ ഒരു രേഖയാണെങ്കിൽ കൂടിയും അതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു രേഖയല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇത് പ്രകാരം മറ്റ് രേഖകളുണ്ടെങ്കിൽ അത് സമർപ്പിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും, വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് തുടർനടപടികളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. 2002 പേരുണ്ടായിരുന്ന ഒരാൾക്ക് 2025 പട്ടികയിൽ പേരില്ല എന്നിരിക്കട്ടെ, ഇവർ ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിച്ചാലും അന്തിമ പട്ടികയിൽ ഇടം പിടിക്കുമോ? 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ 2025 ഒക്ടോബർ മാസം 27-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ഫോം 6 പ്രകാരം പുതിയ അപേക്ഷ ഉറപ്പായിട്ടും നൽകണം. ഇനി ഈ വിദേശ രാജ്യങ്ങളിൽ ജനിച്ച ഇന്ത്യക്കാർ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇവർ ഡിക്ലറേഷൻ ഫോം നൽകേണ്ടത്? ഡിക്ലറേഷനിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വിദേശ രാജ്യങ്ങളിൽ ജനിച്ച ഇന്ത്യക്കാർ അവരുടെ ഇന്ത്യൻ പൗരത്വമുള്ളവരാണെങ്കിൽ മറ്റു സ്ഥലത്ത് വിദേശത്ത് പൗരത്വം എടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പേര് ചേർക്കുന്നതിൽ നിയമപരമായിട്ട് തടസ്സമില്ല. ചില ആളുകൾ താമസം മാറിപ്പോയിട്ടുണ്ടാകുമല്ലോ. ഈ താമസം മാറിയവർക്ക് വോട്ട് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്? അവർ എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം? താമസം മാറിയവർക്ക് വോട്ട് ലഭിക്കുന്നതിന്, അതായത് അവർ നിലവിൽ 2025 ഒക്ടോബർ മാസം 27-ാം തീയതി വന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ, അവരിപ്പോഴത്തെ കരട് പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഫോൺ നമ്പർ 8 ഉപയോഗിച്ച് അവരുടെ നിലവിലെ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയും.
ചില ആളുകൾക്ക് സംശയമുണ്ട്, ഈ എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടും പൂരിപ്പിച്ച് തിരികെ നൽകാത്തവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് സാധ്യത ഉണ്ടോ എന്ന്. ശരിക്കും ഈ SIR ഫോം ഫിൽ ചെയ്ത് തിരികെ കൊടുത്തില്ലെങ്കിൽ അത് കുറ്റകരമാണോ? എന്യൂമറേഷൻ ഫോം തിരിച്ച് നൽകാത്തത് നിലവിൽ കുറ്റകരമല്ല. എന്നാൽ അവർക്ക് വോട്ടവകാശം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശം ഇല്ലാതാക്കുകയാണ് അവർ അതുവഴി ചെയ്യുന്നത്. സാർ, ഈ SIRന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കണ്ടെത്താനായില്ല എന്ന വിഭാഗത്തിൽ ഒഴിവാക്കപ്പെട്ടവർ പലരും നാട്ടിൽ തന്നെയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവർക്ക് ഇനി ഫോം 6 ഉപയോഗിച്ച് തന്നെയാണോ വോട്ട് ചേർക്കേണ്ടത്, അതോ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ഒപ്പം തന്നെ ഈ ഫോം 6 ഉപയോഗിച്ച് വോട്ട് ചേർക്കുമ്പോൾ അവർ കന്നി വോട്ടർമാരെ പോലെയല്ലേ ആകുന്നത്? അങ്ങനെ വരുമ്പോൾ അവർ ഇതുവരെ വോട്ട് ചെയ്തില്ല എന്ന തരത്തിൽ രേഖപ്പെടുത്തുമോ? അതിൽ എന്താണ് ഒരു വിശദീകരണം? അക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2025 ഡിസംബർ മാസം 23-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ASD ലിസ്റ്റ്, ആബ്സെൻ്റ് ഷിഫ്റ്റ് ഡെത്ത്, അങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പേരുള്ളവർ എല്ലാം പുതിയ ഒഴിവാക്കപ്പെടാൻ പോകുന്നവരാണ്. അവർ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഫോം നമ്പർ 6 അപേക്ഷ നൽകണം. അവർ ഇനി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുന്നതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടത്? വോട്ടർ പട്ടികയിൽ അപേക്ഷ നൽകേണ്ടതില്ല പുതുതായിട്ട്. SIRലെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ പ്രേക്ഷകർ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങളാണ് ഷാനവാസ് സാറിനോട് ഞാൻ ചോദിച്ചത്. അദ്ദേഹം കൃത്യമായി മറുപടിയും തന്നു. പ്രേക്ഷകർക്ക് SIRുമായി ബന്ധപ്പെട്ടും ഹിയറിംഗുമായി ബന്ധപ്പെട്ടും ഉണ്ടായ ഒരുവിധം സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. വലിയ സംശയങ്ങളാണെങ്കിൽ ഒരിക്കൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.